വീട്ടില് ഇതേപോലെ നമുക്ക് നാൻ ബ്രെഡ് ഉണ്ടാക്കിയാലോ? റെസ്റ്റോറൻറ്റ് സ്റ്റൈലില് 3 ടൈപ്പ്: ബട്ടർ, ഗാർലിക് ബട്ടർ ആൻഡ് ചീസ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് നാൻ ബ്രെഡ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നാൻ ബ്രെഡ് 3 വിധത്തിൽ. തുടങ്ങല്ലേ? മൈദ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂണും ടീസ്പൂണും തെറ്റിപ്പോകരുത് കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴിയാണ്ട് കുത്തിയേക്കാം. ആ കുഴിയിലേക്ക് തൈര് 1 കപ്പ്, 1 മുട്ട, ഓയിൽ 2 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് ആ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. പതക്കനെ അതിനെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വരുത്താം. അത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ആവും. ഒരു തിക്നെസ് ഉണ്ട്, എന്നാൽ ചെറുതായിട്ടൊരു ഇതുണ്ടാവും, റഫ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കാതെ കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. മൈദയുടെ കൺസിസ്റ്റൻസിയുടെ അനുസരിച്ച് ഒരു വ്യത്യാസം വരാം കേട്ടോ. അതുകൊണ്ടാണ് ഓരോ ടീസ്പൂൺ ഞാൻ ചേർത്തത്. അത് കഴിഞ്ഞാൽ സർഫസിലേക്ക് മാറ്റിയതേ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കാം. കാരണം ഇത് നന്നായിട്ട് കുഴക്കണം, അപ്പോഴാണ് ഈ സാധനം സോഫ്റ്റ് ആവുള്ളൂ. നമ്മുടെ കൈമിലേക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കണ്ട് പിടിക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, ഒന്നുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും നമ്മുടെ നാനിൻ്റെ അടോ. കൈമയാണെങ്കിൽ ഒട്ടി പിടിക്കൂല. നോക്കി, ഇങ്ങനെ അടിച്ച് അതിനെ ഇങ്ങനെ ചിറ്റിച്ച് അതിനെ ആ ഒരു ബോളിലേക്ക്, നമ്മൾ അത് ഉപയോഗിച്ച ബോൾ തന്നെ മതി, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചിറ്റിക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ ഡോ അങ്ങോട്ട് വെച്ചേക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് അതിനൊന്ന് അങ്ങോട്ട് മസാജ് ചെയ്തേക്കണം. അപ്പം അത് ഡ്രൈ ആവാണ്ടിരിക്കും, അതിനു വേണ്ടിയാണ് മസാജ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുക്കുക, കവർ ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 2 മണിക്കൂറാണ് കേട്ടോ. അപ്പോഴാണ് അത് സോഫ്റ്റ് ആവുള്ളൂ. വീണ്ടും അത് തുറക്കാം. ഇങ്ങനെ ബോളുകൾ പിടിക്കാം. അപ്പോൾ ബോളിൽ പിടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടു. അപ്പോൾ നല്ല സ്മൂത്ത് ഡോ കിട്ടും. അത് ഇങ്ങനെ ചിറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടു ഡോ ആയിട്ട് കിട്ടും. ഇങ്ങനെ ബോളുകൾ പിടിക്കണം കേട്ടോ. നമുക്ക് ഈ റെസിപ്പി 6 നാൻ ബ്രെഡാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം വെച്ച് ഒരേ ടൈപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി അത് 1/2 മണിക്കൂർ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഓയിൽ അങ്ങോട്ട് ഒഴിക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് അങ്ങോട്ട് പരത്തി കൊടുക്കുക കൈ കൊണ്ട്. ഈ കൈ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റോളർ വെച്ചും പരത്താട്ടോ. ഞാൻ കൈ വെച്ചാണ് ഇവിടെ പരത്താൻ. ഇങ്ങനെ പരത്തി അതിൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ, ഒരു ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയുന്ന ഓവൽ അല്ല, അതിനേക്കാളും ഇച്ചിരി വ്യത്യസ്തമായ ഷേപ്പ്. ഇത് കയ്യിലിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ പരത്തിയാൽ മതി. എങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പും കിട്ടും. അത് കഴിഞ്ഞാൽ ആ ഷേപ്പ് ഒന്നുകൂടി വലിച്ചിട്ട് അതിനെ നമ്മുടെ തവയിലേക്ക് അങ്ങോട്ട് ഇട്ടാം. നല്ല ചൂടുള്ള തവയിലേക്ക് അങ്ങോട്ട് ഇട്ടാം. ഇട്ട് കഴിയുമ്പോൾ അവൻ പതക്കനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. എന്നോടാണോടാ കളിയെന്ന് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊന്തി തുടങ്ങും. നോക്കിയാൽ പൊന്തരണ്ട. സോഫ്റ്റ്നെസ്സും അഡോ സൂപ്പറാണെന്നതിൻ്റെ അർത്ഥമാണിത്. ഇതേപോലെ അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് തുടങ്ങും. അതിനെ ടച്ച് ചെയ്യാനോ അമർത്താനൊന്നും നിൽക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് അതങ്ങോട്ട് മറച്ചങ്ങോട്ട് ഇടാം. അതിൽ നേരമൊന്നും വേണ്ടിയിട്ട് അത് കുക്ക് ചെയ്യാൻ നോക്കിയാൽ കളർ നോക്കി നല്ല സ്പോട്ടി കളർ വന്നില്ലേ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബട്ടർ അങ്ങോട്ട് അടിച്ചു കൊടുത്തേക്കാം. അപ്പം എന്തായി? ബട്ടർ നാനായി. അത്യാവശ്യം നന്നായിട്ട് ബട്ടർ അടിച്ചോ, ടേസ്റ്റ് അങ്ങോട്ട് പോരട്ടേന്നേ. കാരണം തുടിക്കണേ ഉണ്ടാവൻ തുടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഗാർലിക് ബട്ടർ അടിക്കാം. അപ്പോൾ ഇച്ചിരി ഗാർലിക്കും ഇച്ചിരി മല്ലിയിലും ഇട്ട് ബട്ടറിൽ അങ്ങോട്ട് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടറും ആയിക്കോളും. അതേപോലെ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ മുകളിലേക്ക് ബട്ടറിന് അടിക്കുക. അത്രേ ഉള്ളൂ. വെരി സിമ്പിളായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സൂപ്പർ നാൻ കിട്ടും. അടുത്തതാണ് ചീസ് നാൻ.
ചീസ് അങ്ങോട്ട് സ്റ്റഫ് ചെയ്യുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓരോന്ന് ഒഴിച്ച് അതൊന്ന് പരത്തി അതിൻ്റെ സെൻറ്ററിലേക്ക് മൊസറല്ല ചീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴാണല്ലോ ഉയി ചീസ് പോലെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ മണി ബാഗ് ഉണ്ടാക്കില്ലേ, അതേപോലെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ കോർത്തങ്ങോട്ട് പിടിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കെട്ടണ പോലെ അത് കെട്ടാം. അപ്പോൾ അത് സീലായിക്കോളും. ശരിക്കും സീലായതിന് ശേഷം നേരെ കൈമ പിടിക്കുക, നേരത്തെ റോൾ ചെയ്തപോലെ റോൾ ചെയ്തേ ഇതേപോലെ കിടു റോൾ അങ്ങോട്ട് കിട്ടും. ആ ബോളിൻ്റെ മുകളിലേക്ക് ഒന്ന് മസാജ് ചെയ്തേക്കാം ഓയിൽ എല്ലാ സൈഡും. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ പതക്കനെ നമ്മുടെ കൈ വെച്ച് അങ്ങോട്ട് അമർത്തിയേക്കാം. കൈക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോളർ ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ ഞാനിത് റൗണ്ടാണ് ഉണ്ടാക്കണേ. ഈ ചീസ് നാൻ ഇതേപോലെ അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുത്തേക്കാം. കിട്ടുമല്ലോ അവൻ നോക്കി, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടുന്ന പോലെ അതേപോലത്തെ നാനാണിത്. നോക്കി, ദാറ്റ്സ് കോൾഡ് ആസ് ഉയി ഗുയി നാൻ. ചൂടുകൂടിയാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ. ചീസ് മെൽറ്റ് ചെയ്ത് പോണ്, ഗാർലിക് ബട്ടർ കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്കണേ, കമന്റ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.